കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി ദൈവവചന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് യെഹെസ്കേൽ പുസ്തകം 32-ാം അധ്യായമാണ്. ഈ 32-ാം അധ്യായം വരെ ഈജിപ്തിലെ ഭരണാധികാരിയ ഫറവോനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് ഈ 29, 30, 31, 32 അധ്യായങ്ങളിൽ പറയുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരു ഡേറ്റോട് കൂടിയാണ് ആരംഭിക്കുന്നത്. 12-ാം വർഷം 12-ാം മാസം എന്ന് പറഞ്ഞിങ്ങനെ ആരംഭിക്കുന്നു. യഹോവയാക്കീൻ എന്ന് പറയുന്ന രാജാവ് പ്രവാസത്തിൽ പോയതിന്റെ 12-ാം വർഷം എന്നാണ് അർത്ഥം. അടുത്ത് നമ്മൾ ആ പ്രാരംഭത്തിൽ നോക്കുമ്പോൾ ഇത് ഈജിപ്തിനോടുള്ള ബന്ധത്തിൽ യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിൽ ഉണ്ടാകുന്ന 6ാമത്തെ അരുളപ്പാടാണ്. ടോട്ടൽ 7 അരുളപ്പാടാണ് ഈജിപ്തിനെതിരെ ഉണ്ടായ ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാട് ഉണ്ടായത്. 7 എണ്ണമാണ്. അതിൽ 6ാമത്തേതാണ്. ഇത് യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറയുന്നത് മിസ്രൈമിലെ രാജാവായ ഫറവോനെ കുറിച്ച് വിലാപമായി പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതൊരു വിലാപഗാനമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ആരംഭിക്കുമ്പോൾ മിസ്രൈമിലെ രാജാവിനെ 2 മൃഗങ്ങളോട് സാമ്യപ്പെടുത്തി പറയുന്നു. ഒന്ന് ബാലസിംഹത്തോട് സാമ്യപ്പെടുത്തി, മറ്റൊന്ന് നദിയിലെ മഹാനക്കരത്തോടെ സാമ്യപ്പെടുത്തി പറയുന്നു. യുവരാജാവ് സിംഹം എന്ന് പറയുമ്പോൾ പ്രായം ചെന്ന ആരോഗ്യമില്ലാത്തൊരു സിംഹമല്ല, യുവത്വമുള്ള ശക്തിയുള്ള ഒരു സിംഹം. ആ സിംഹത്തോട് സാമ്യപ്പെടുത്തി പറയുന്നത്. യഹോവയായ ദൈവം പറയുന്നുണ്ട്, നീ നശിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ബാലസിംഹമായുള്ളവയെ നീ നശിച്ചിരിക്കുന്നു. അടുത്ത നദിയിലുള്ള മഹാനക്കരത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ ദൈവത്തിന്റെ വലയിൽ അകപ്പെടുത്തി അതിനെ നദിയിൽ നിന്ന് വലിച്ചെടുത്ത് മരുഭൂമിയിൽ വലിച്ചെറിയും. അവിടെ പക്ഷികളും ദുഷ്ടമൃഗങ്ങളും വന്ന് അതിനെ കടിച്ചു കീറി തിന്നും എന്നവർക്ക് അരുളപ്പാട് കൊടുക്കുകയാണ്. ആ ഭാഗം ഇങ്ങോട്ട് വലിച്ചു വരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ രക്തം കൊണ്ട് അതിനെ നനയ്ക്കും എന്ന് പറഞ്ഞാൽ മിസ്രൈമിനെ അതൊരു പഴക്കം ചെന്നൊരു കാര്യമാണ്, പഴയ ഒരു അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവർ മിസ്രൈമിൽ താമസിക്കുമ്പോൾ അവരുണ്ടായ ബാധകളിൽ ആരംഭ ബാധയാണ് വെള്ളം രക്തമായി തീർന്നുള്ളത്. അതുപോലൊരു അനുഭവം ഇപ്പോൾ വീണ്ടും ഉണ്ടാകുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോകുന്നു, അത് കരിമ്പിടം പോലെ ഇരുണ്ടു പോകുന്നു, കറുപ്പൊടിപ്പിക്കുന്നു എന്ന് വായിക്കും. അത് മിസ്രൈമിനെ സംബന്ധിച്ച് പരിചയമുള്ളതാണ്. കാരണം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അയച്ച 10 ബാധകളിൽ 9ാമത്തെ ബാധയാണ് കൂരിട്ട് എന്ന് പറയുന്ന ബാധ. അപ്പൊ ഇവിടെ ഈ പറയുന്ന രക്തം കൊണ്ട് നനയ്ക്കുമെന്ന് പറയുന്നതും ഭൂമിയിലെ സൂര്യചന്ദ്രന്മാർ പ്രകാശമില്ലാതെ പോകും എന്നൊക്കെ പറയുന്നത് മിസ്രൈമിന്റെ മുൻകാല അനുഭവത്തിൽ ഇസ്രായേലുള്ള ബന്ധത്തിൽ ഉണ്ടായ 2 ബാധകളാണ്. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്.
എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി ആ സാമ്രാജ്യത്തിന്മേൽ വരുന്നു എന്ന് വളരെ വ്യക്തമായി പറയും. നമുക്കിനി മുൻപോട്ട് പഠിക്കാം. നമുക്കതിന്റെ 9ഉം 10ഉം വാക്യം ഒന്ന് വായിച്ചു. 32-ാം അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളവും പ്രസിദ്ധമാക്കുമ്പോൾ ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും. അവരുടെ രാജാക്കന്മാർ കാണുകെ ഞാൻ എൻ്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും. നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തരും തന്താന്റെ പ്രാണനെ ഓർത്ത് മാത്രത്തോറും വിറയ്ക്കും. ഓക്കെ, ഇവിടെ അനേകം ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. ആ 9ഉം 10ഉം വാക്യം വായിക്കുമ്പോൾ ഈജിപ്തിന് ഉണ്ടാകുന്ന ന്യായവിധി കണ്ടു കഴിയുമ്പോൾ ഈജിപ്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ആശ്രിത രാജ്യങ്ങൾ എന്ന് വേണം വിളിക്കാം, ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ അതിനോട് സമം പിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈജിപ്തിന്റെ അധീനതയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്കുണ്ടാകുന്ന അനുഭവമാണ് ഈ 9ഉം 10ഉം വാക്യത്തിൽ വായിക്കുന്നത്. അതിലിങ്ങനെ വായിക്കുന്നുണ്ട്: 1, അനേക ജാതി ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. അടുത്ത 10ാമത്തെ വാക്യം വായിക്കുന്നു: അനേക ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിപ്പിക്കുമാറാക്കും. പിന്നെ പറയുന്നു അത്യന്തം പേടിച്ചു പോകും. പിന്നെ പറയുന്നു പ്രാണനെ ഓർത്ത് മാത്രതോറും വിറയ്ക്കും. ഇപ്പൊ ദൈവം ധാരാളം ആളുകളെ ഇവിടുന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം ഫറവോന്റെ മേലും ഈജിപ്തിന്റെ മേലും ന്യായവിധി കൊണ്ടുവരും. ആ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ അതിന് ചുറ്റുപാട് പാർക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഭീതിയുടെ അനുഭവം. കാരണം ഈജിപ്റ്റ് ആ കാലഘട്ടത്തിലെ ഒരു സാമ്രാജ്യ ശക്തിയാണ്, ഒന്നാമത്തെ സാമ്രാജ്യ ശക്തിയാണ്. ബാബിലോൺ ആ കാലഘട്ടത്തിൽ രണ്ടാമത് നിൽക്കുന്നതാണ്. അപ്പൊ ആ വലിയ സാമ്രാജ്യ ശക്തി എല്ലാവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അനേക രാജ്യങ്ങൾക്കൊരു സേഫായും സെക്യൂരിറ്റിയായും ഒക്കെ നിൽക്കുമ്പോൾ തങ്ങൾ ആശ്രയിച്ച് കഴിയുന്ന, തങ്ങൾ സുരക്ഷിതരാക്കി ഞങ്ങളെ വെച്ചിരിക്കുന്ന ഈജിപ്തിനെ ഈ ന്യായവിധി വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് ഭയങ്കര ഭീതി, അവർക്ക് ഭയം. ഓരോ നിമിഷവും അവർ ഭയന്ന് മാത്രതോറും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര വലിയ സാമ്രാജ്യത്തിന് ഈ നിലയിൽ ഒരു ന്യായവിധി വന്നു എങ്കിൽ ഞങ്ങൾ അതിന് മുമ്പിൽ എന്തുള്ളൂ? ഇപ്പൊ ഞങ്ങളും ഒരുപക്ഷെ നാളെ ആക്രമിക്കപ്പെടാം, ഞങ്ങളും ഒരുപക്ഷെ നാളെ ഈ നിലയിലേക്ക് മാറ്റപ്പെടാം എന്ന ഒരു ഭീതി ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കെല്ലാം ഉണ്ടായി. അനേകം ജനങ്ങളും രാജാക്കന്മാരും ആശ്ചര്യപ്പെടുകയും ചെയ്തു, ഭയപ്പെട്ടു. ഈജിപ്തിന് ഉണ്ടാകുന്ന ദൈവിക ന്യായത്തിൽ നിന്നും ഈജിപ്തിന് ഒഴിയുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ന്യായവിധി ശക്തരായ ഈജിപ്തിന്റെ മേൽ വന്നു എങ്കിൽ തങ്ങൾക്കും വരും എന്നൊരു ഭയം അവരുടെ ജീവിതത്തിലുണ്ടായി. യഹോവയായ ദൈവം ഇതിനു മുൻപ് ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ജാതികളിൽ യഹോവയായ ദൈവം ആരെന്നറിയും. അതിങ്ങനെ ആവർത്തിച്ച് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി ഭവിക്കുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഏത് സാമ്രാജ്യ ശക്തിയായാലും ദൈവിക ന്യായവിധിയുടെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. എത്ര വലിയ ആൾശേഷി ഉണ്ടെങ്കിലും ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് യുദ്ധത്തിന് വേണ്ടി സകല സാമഗ്രികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ സ്ട്രോങ് ആയിരുന്നാലും ശരി,
മിലിറ്ററി ഫോഴ്സും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലും ദൈവിക ന്യായവിധിയുടെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കിനി അത് 11 മുതൽ 16 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും. വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും. അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ. അവർ മിസ്രയീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും. അതിലെ പുരുഷാരമൊക്കെയും നശിച്ചു പോകും. വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും. ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല, മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ മിസ്രയീം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെയും ഇല്ലാതാകുമ്പോഴും ഞാൻ അതിലെ നിവാസികളെയൊക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവ എന്നവർ അറിയും. അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ: ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും. അവർ മിസ്രയീമിനെ കുറിച്ചും അതിലെ സകല പുരുഷന്മാരെ കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇത് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. മുമ്പ് പറഞ്ഞ ചുറ്റുമുള്ള ജാതികൾക്കുണ്ടാകുന്ന വിറയലിനെ കുറിച്ചും അവർക്കുണ്ടാകുന്ന ഒരു മനോഭാവത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നേരിട്ട് പറയുകയാണ്, ദൈവം ഈജിപ്തിനെ മേൽ ന്യായവിധി വരുത്തുവാൻ ദൈവത്തിന്റെ കയ്യിലൊരു ഏജന്റാണ് ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ബാബിലോണിലൂടെ ദൈവം ഈജിപ്തിന്മേൽ ന്യായവിധി വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, ബാബേൽ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും. വാൾ സാധാരണയായി യുദ്ധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ബാബേൽ രാജാവിന്റെ വാൾ എന്ന് പറയുമ്പോൾ ബാബിലോൺ രാജാവ് ഈജിപ്തിന്റെ മേൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈജിപ്തിനോട് യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ അവരുടെ മേൽ ഉണ്ടാകാൻ പോകുന്ന ദൈവിക ന്യായവിധിയാണ് ആ വാൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാബിലോൺ രാജാവ് ഈജിപ്തിനോട് യുദ്ധം ചെയ്യുവാൻ വരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട് വരുമ്പോൾ അവിടെ നടത്തപ്പെടുന്ന ആ വാളിന്റെ പ്രയോഗത്തിലൂടെ ദൈവിക ന്യായവിധിയെ കൊണ്ടുവരുന്നു എന്ന് ഈ പ്രസ്താവന വളരെ വ്യക്തമാക്കി പറയുകയാണ്. ബാബിലോൺ ഈജിപ്തിനെ സംബന്ധിച്ച് ഒരു ആഡംബര വസ്തുക്കളുടെ ഒരു ശേഖരണം അവർക്കുണ്ട്. അവർ ആ നിലയിൽ ആഡംബര വസ്തുക്കളെ കൊണ്ട് നന്നായി ജീവിക്കുന്നതും കരുതുന്നവരുമാണ്. അപ്പൊ ബാബിലോൺകാർ ഈജിപ്തിനെ ആക്രമിച്ചിരിക്കുമ്പോൾ ഈജിപ്തിലെ സകല ആഡംബര വസ്തുക്കളും കൊള്ളയടിക്കുകയും ജനക്കൂട്ടത്തെ നശിപ്പിക്കുകയും കുറെ ജനത്തെ പ്രവാസികളായി പിടിച്ചോണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗം പരാമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നുണ്ട്, അഥവാ ന്യായവിധിയുടെ ദിവസം എന്ന് പറയുന്ന ഒന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ന്യായവിധിയുടെ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും പറയുന്നുണ്ട് കർത്താവിന്റെ ദിവസം എങ്ങനെ ആയിരിക്കുമെന്ന്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. The book of Joel chapter 2 verse 10. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു.
നോക്കണം, ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമാ കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ. ന്യായവിധി വരുമ്പോൾ സംഭവിക്കുന്ന ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ലൂക്കോസ് 21 അധ്യായത്തിൽ 25 വാക്യം വെച്ച്, ലൂക്ക് ചാപ്റ്റർ 21 വേഴ്സ് 25. സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ദിവസത്തെ കുറിച്ച് പറയുകയാണ്. യോവേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ ഇരുണ്ടു പോകും, അവർക്ക് ആർക്കും പ്രകാശം കൊടുക്കാൻ കഴിയാത്ത നിലയ്ക്ക് മാറ്റപ്പെടും. അപ്പൊ കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ ന്യായവിധിയുടെ ദിവസമാണ്. ആ ന്യായവിധി ദിവസത്തിൽ ആ നിലയിൽ സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെയും 7-ാം വാക്യം വായിച്ചേ, 32:7 വായിച്ചേ. 32:7. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ, ദരിദ്ര 32:7. നിന്നെ കെടുത്തുകളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും. ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളെയൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പുടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോക്കണം, ദൈവിക ന്യായവിധി വരുമ്പോൾ, അതോ കർത്താവിന്റെ നാൾ എന്ന് പറയുന്ന ആ ദിവസം വരുമ്പോൾ ആദ്യം അഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? സൂര്യചന്ദ്രന്മാർ, ആകാശങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കൂരുട്ടിലേക്ക് ജനം മാറ്റപ്പെടുന്നു, സൂര്യൻ പ്രകാശിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെയും എടുത്തു പറയുന്നത് കർത്താവിന്റെ ദിവസം ദൈവത്തിന്റെ ന്യായവിധി ദിവസമാണ്. ഇതിലെന്താണ് ചോദിച്ചാൽ, ഫറവോന്റെ പതനം ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മുൻപിൽ ലോകശക്തിയുടെ പതനത്തെയാണ് ഇത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മുൻപിൽ ആ കാലഘട്ടത്തിലെ ലോക സാമ്രാജ്യ ശക്തിയായിരുന്ന ഈജിപ്തിനെ എടുത്തു കാണിക്കുമ്പോൾ ഈജിപ്തിന് പരമാധികാരിയ ദൈവത്തിന് മുൻപിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നു. അതുപോലെ എത്ര ഉയർന്ന സാമ്രാജ്യ ശക്തിയായിരുന്നാലും യഹോവയായ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മുൻപിൽ ചലിക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമായി പറയുവാൻ കഴിയും. എത്ര വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നാലും ലോകത്തിന് ദൈവത്തിന്റെ പരമാധികാരത്തിന് മുൻപിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന വാക്യം തുല്യമാണ്. നമ്മൾ വായിച്ചല്ലോ 7-ാമത്തെ വാക്യം, ഈ 32:7 നമ്മൾ വായിച്ചു. സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം കൊടുക്കാൻ കഴിയത്തില്ല, അതിനെ കറുപ്പിടിപ്പിക്കും, ജ്യോതിർഗോളങ്ങൾ കറുപ്പിടിപ്പിക്കും. അത് തന്നെയാണ് യോവേൽ പ്രവചനത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ന്യായവിധി ദിവസം ആർക്കും ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയാലും ശരി, യൂട്യൂബിലായാലും ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് പറയാൻ ഒരു കാര്യമുണ്ട്. കേൾക്കുന്ന എല്ലാവരും പറയട്ടെ, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മുൻപിൽ ഉറച്ചു നിൽക്കാവുന്ന ഒരു സാമ്രാജ്യ ശക്തിയും ലോകത്തിനില്ല. ലോകത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ വിളിച്ചു പറയും, ദൈവത്തെ ചോദ്യം ചെയ്യും, ദൈവം വെച്ച് സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നു, ദൈവം ലോകത്തിൽ വെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളെയും സിസ്റ്റങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. ഇതുപോലൊരു തലമുറ നോഹയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു.
ഇതുപോലൊരു തലമുറ ലോത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുപോലൊരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥകളെ, ദൈവത്തിന്റെ സിസ്റ്റത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന, അതിനെതിരെ മറികടന്ന് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ യുവതലമുറ മനസ്സിലാക്കണം, ദൈവമില്ലെന്ന് ഘോരം എഴുതുകയും പഠിപ്പിക്കുകയും നിന്റെ കൊച്ചു ബുദ്ധിക്കകത്ത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, എന്റെ ദൈവത്തിന് മുന്നിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു സാമ്രാജ്യ ശക്തിയുമില്ല എങ്കിൽ വെറും ഒരു കൊച്ചു മനുഷ്യ നിനക്ക് ഒട്ടും ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന കൊള്ളാം, ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യുകയും ദൈവം ഇല്ലെന്ന് പറയുകയും ദൈവിക സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഓർത്തുകൊള്ളണം. ദൈവം എഴുന്നേറ്റാൽ, ദൈവത്തിന്റെ കരം നീട്ടിയാൽ, ദൈവത്തിന്റെ ന്യായവിധി ദിവസം, ദൈവത്തിന്റെ ദിവസം എന്ന് പറയുന്ന ദിവസമുണ്ട്. ആ ദിവസം നിനക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട്. അന്ന് നിനക്ക് നേരെ നിൽക്കുവാൻ കഴിയാത്ത നിലയിലാണ് ദൈവിക ന്യായവിധിയുടെ ചൂട്, അതിന്റെ മൂർത്തിന്റെ അവസ്ഥ അത്രമാത്രം ഭയങ്കരമാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനം 68:1 ഇങ്ങനെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു, പുക ചിതറുന്നതുപോലെ ശത്രുക്കൾ ചിതറുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗമാണത്. അങ്ങനെയെങ്കിൽ നാം പുറകോട്ട് ചരിത്രങ്ങളിലെ ഏടുകളിലേക്ക് നോക്കിയാൽ, ആമിൻ ചോദ്യം ചെയ്ത് മിടുക്കന്മാരായി വാണ സീസറും, ആമിന് ഇവിടുത്തെ ഹിറ്റ്ലറും, ഇവിടുത്തെ ബാബിലോൺ സാമ്രാജ്യ ശക്തികളും, ഇവിടുത്തെ റോമൻ ശക്തിയും, ഇവിടുത്തെ ഗ്രീക്ക് സാമ്രാജ്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ എല്ലാം ചിന്നിച്ചെതിരിപ്പോയി. അങ്ങനെയെങ്കിൽ ഏതു മനുഷ്യനും, ഏതു സാമ്രാജ്യവും, ഏതു രാജ്യവും ഉറച്ചു നിന്നാൽ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം രാത്രി ഓർത്തുകൊള്ളണം. എന്റെ കർത്താവിന്റെ പരമാധികാരത്തിന് മുൻപിൽ ആർക്കും ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ ആ വായിച്ചു വന്നപ്പോൾ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കണ്ടു. അതിന് 13-ാമത്തെ വാക്യം വായിച്ചേ. അവിടെ മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 32:13. വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും. ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല, മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുക്കുമാറാക്കും. ഇവിടെ വായിക്കുന്നു, മൃഗങ്ങളുടെ മേലുണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ച് പറയും. മിസ്രൈമ്യരുടെ മൃഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗമാണ് കുതിര എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആണ്. അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് അവിടെ നിന്നും കുതിരകളെ വാങ്ങുകയും രഥങ്ങളെയും കുതിരകളെയും അവിടുന്ന് വാങ്ങിക്കുകയും താൻ അധികമായി അത് വാങ്ങി സമ്പാദിക്കുകയും മറ്റു രാജ്യങ്ങളെ രാജാക്കന്മാർക്ക് അതെല്ലാം ഗിഫ്റ്റായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യഹോവയായ ദൈവം അവർക്ക് പ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും നീ മിസ്രൈമിലേക്ക് പോകുകയോ അവിടുത്തെ കുതിരകളെ വാങ്ങുകയോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത്തിന്റെ പ്രത്യേകമാകുന്ന ഒരു മൃഗമാണ് കുതിര എന്ന് പറയുന്നത്. അങ്ങനെ കുതിരയ്ക്ക് മാത്രമല്ല സകല മൃഗങ്ങൾക്കും വരുവാന്ന ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 1-3 വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധിയുള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. മിസ്രൈമർ ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ. യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ
സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോകുകയും ചെയ്യും. നോക്കണ വായിക്കുന്നത്, മിസ്രൈമ്യർ ദൈവമല്ല, അവിടുത്തെ കുതിരകൾ ആത്മാവല്ല, അവരെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് ചരിത്രം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. അവർ വളരെയധികം വിശ്വസിച്ചിരുന്നു. അവരെ കുതിരകൾ, മറ്റ് മൃഗങ്ങൾ നദിക്ക് അരികിലുള്ള മേച്ചിൽ പുറങ്ങളിൽ ധാരാളമായി മേഞ്ഞുകൊണ്ടേയിരുന്നു. നദിയിലെ വെള്ളം മലിനമാക്കുന്ന കാര്യം 32-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. അതിന് അവസാന ഭാഗ്യം, കടലിലെ നീ നദികളിൽ ചാടി കാലുകൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു എന്ന് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു നദിയിലെ വെള്ളം മലിനമാക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്. നദിയിലെ വെള്ളം മനുഷ്യനോ മൃഗങ്ങളോ ഇനി മലിനമാക്കുവാൻ സാധിക്കത്തില്ല. കാരണം ആ ദേശം ഒരു വിജനമാകാൻ വേണ്ടി പോകുകയാണ്. വലിയ കുതിരകൾ, മേച്ചിൽപ്പുറങ്ങൾ, അവിടെ ധാരാളം മാടുകൾ സകലമതമാകുന്ന നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്ന നദികൾക്കൊന്നും ഇറങ്ങുവാൻ കഴിയില്ലാത്ത നിലയിൽ മൃഗങ്ങൾ ഇല്ലാതെ പോകുന്നു, മനുഷ്യരില്ലാതായി പോകുന്നു. ആ രാജ്യം ശൂന്യമായി പോകുമെന്ന് ഈ വചനത്തിലൂടെ എടുത്തു പറയുകയാണ്. അത് ശൂന്യമായി പോകും. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നല്ലോ, ആ കാലത്ത് ഞാൻ അതിലെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. ഇവിടെ എണ്ണ പോലെ ഒഴുകുമാറാക്കും എന്ന് പറയുന്നുണ്ട്. എണ്ണ എന്ന് പറയുന്നത് വളരെ ശാന്തതയുടെ ചിഹ്നമാണ്. അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കവിഞ്ഞൊഴുകുന്ന നല്ല നില ഒഴുകിക്കൊണ്ടിരിക്കുന്ന നൈൽ നദി, അത് കാണിക്കുന്നത് ഈജിപ്തിന്റെ അക്രമശക്തമായി മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്നിറങ്ങുന്നതിനാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നൈൽ നദി ധാരാളം വെള്ളമുണ്ട്, അതിന് ശാഖകളും ഉപശാഖകളുമുണ്ട്. അതിങ്ങനെ ഒഴുകി എല്ലാ ഭാഗത്തേക്കും ചെന്ന് നല്ല നിലയിൽ പോകും. വേദപുസ്തകത്തിൽ പല ഭാഗം മനസ്സിലാക്കുമ്പോൾ ഈ അക്രമശക്തമാകുന്ന നന്നായി ഒഴുകി മറിയുന്ന ആ നൈൽ നദിയിലെ വെള്ളം അത് അത് മനുഷ്യരെയും രാഷ്ട്രത്തെയും കാണിക്കുന്നതാണ്. ഈജിപ്ത് അക്രമശക്തമായി മറ്റു രാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. നല്ല നിലയിൽ രാജ്യഭരണവും അതിനോട് ചേർന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം അതിനെയും മന്ദഗതിയിലാകും എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി യുദ്ധം ചെയ്യുവാൻ കഴിവില്ലാത്ത നിലയിൽ, രാജ്യം നന്നായി ഭരിക്കാൻ കഴിവില്ലാത്ത നിലയിൽ, അതൊരു നിശ്ചലമാകുന്ന അനുഭവത്തിലേക്ക്, മന്ദഗതിയിലേക്ക് അത് നീങ്ങുമെന്നാണ് ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ വെള്ളവും നദിയുമൊക്കെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണെന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഈജിപ്തിനെയും അവിടെയുള്ള മനുഷ്യരെയുമാണ് ഈ വെള്ളം കാണിക്കുന്നത്, വെള്ളവും നദിയും കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവര് സമീപത്തുള്ളവരും ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാകുകയില്ല. ഈജിപ്റ്റ് കലങ്ങി മറിഞ്ഞു. അതിനെ കലങ്ങി മറിഞ്ഞതിന് ശേഷം അത് ശാന്തമായി തീരും എന്ന് പറയുന്നു. അങ്ങനെയല്ലേ 14-ാമത്തെ വാക്യം അവസാനിക്കുന്നത്? മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാറ്റ് ഞാൻ അവിടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കുമെന്ന് പറയും. 2-ാം വാക്യം അവസാനമായി ഇങ്ങനെ വായിക്കുന്നു, നീ നദികളിൽ ചാടി കാലുകൊണ്ട് വെള്ളം കലക്കി
നദികളെ അഴുക്കാക്കി കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇത് ആലങ്കാരികമായി ഈജിപ്തിനെയും ഈജിപ്തിലെ ജനതയെയും കുറിച്ചാണ് പറയുന്നത്. അവർ ഇളകി മറിഞ്ഞു. പല നിലകളിലും ഇളകി മറിഞ്ഞപ്പോൾ, അത് കലങ്ങി മറിഞ്ഞപ്പോൾ ബാബിലോൺ സൈന്യം വരുന്നു, അവരെ ആക്രമിക്കുന്നു. ഇനിയും അവരുടെ അസ്വസ്ഥത ഉണ്ടാകാത്ത നിലയിലേക്ക് ഈജിപ്റ്റ് മാറുമെന്ന് ഒരു പ്രോമിസ് ദൈവം കൊടുക്കുകയാണ്. സമീപത്ത് നിന്നും യാതൊരു അസ്വസ്ഥയും വരാത്ത നിലയിൽ ഇതൊന്ന് കലങ്ങിയത്, ഈ കലക്കം ഒന്ന് മാറി ഒരു തെളിവിന്റെ അനുഭവത്തിലേക്ക് വരും. എന്നിട്ട് ശാന്തമായി മന്ദഗതിയിൽ പതുക്കെ ഇത് മുൻപോട്ട് പോകും. ഈ രാജ്യം പതുക്കെ മുൻപോട്ട് പോകുമെന്ന് ഒരു വാക്തത്വം ദൈവം കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു വേദഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യെഹെസ്കേൽ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെഹെസ്കേൽ ചാപ്റ്റർ 29 verse 12. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമുക്ക് അതുമായി ഒന്ന് യോജിപ്പിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ കലങ്ങി ദൈവിക ന്യായവിധി വന്നു, അത് കലങ്ങി മറിഞ്ഞു. ആ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയൊന്ന് മാറി ഒന്ന് തെളിയും. തെളിഞ്ഞിട്ട് പഴയ ഒഴുക്ക് വരത്തില്ല, എണ്ണ ഒഴുകുന്ന പോലെ മന്ദഗതിയിൽ സ്ലോലി ആയിട്ട് ഇത് ഒഴുകിക്കൊണ്ടിരിക്കും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ന്യായവിധിക്ക് ഇരയായിത്തീരും. ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും പുനരുദ്ധരിക്കപ്പെടും. പണ്ടത്തെ പ്രതാപത്തിലേക്ക് വരത്തില്ല എന്നാണ് ആ ഭാഗം വെളിപ്പെടുത്തുന്നത്. ഈ 29-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ കണ്ടതാണ്, ഈ നൈൽ നദി ഉപനദിയും താഴ്ന്ന നിലയിലേക്ക് മടങ്ങും. ഈജിപ്തിന് ഒരു ഭാവി ഉണ്ടാകും. ഈജിപ്തിന്റെ ശിക്ഷാവിധി കാലഘട്ടം എന്ന് പറയുന്നത് 40 വർഷമാണ്. ഈ 40 വർഷത്തേക്ക് ശൂന്യമാകും, ഇത് നിർജ്ജനമാകും. ഇവിടെ ആരും കാണുകയില്ല, മൃഗങ്ങൾ കാണുകയില്ല. ഇതെല്ലാം നിർജ്ജനമായി പോകുമ്പോൾ 40 വർഷം കഴിയുമ്പോൾ ഇത് പതുക്കെ ഒന്ന് തെളിയും. തെളിഞ്ഞിട്ട് ഇത് പതുക്കെ ഇത് ചലിക്കുവാൻ തുടങ്ങും ഈ രാഷ്ട്രം. അതാണ് ഈ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. 40 വർഷം നീണ്ടു നിന്നു അവരുടെ കാലഘട്ടത്തിലെ ഗ്യാപ്പ്. 40 വർഷം ശൂന്യമായി പോയി, മുൻപോട്ട് അനങ്ങാൻ കഴിയാത്തതിൽ പോയി. 40 വർഷം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ഉദ്ധരിക്കപ്പെട്ടു. ഇന്നും ഈജിപ്റ്റ് മന്ദഗതിയിലാണ് ഓടുന്നത്. പണ്ടത്തെ സാമ്രാജ്യത്തിന്റെ ഗൗരവമോ ആ ചാട്ടമോ ആ നിലയിലുള്ളതായ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ എണ്ണ ഒഴുകുന്ന പോലെ സ്ലോലി ആയിട്ടാണ് മുൻപോട്ട് ഈജിപ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളും ശാന്തമായ അവസ്ഥയിൽ താമസിക്കുമെന്നും കാര്യങ്ങൾ ശാന്തമായ നദി പോലെ സുഗമമായും വലിയ സമാധാനത്തിലും ഒഴുകുമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിന്റെ 16-ാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് ഈ രാത്രിയിൽ നിർത്തിക്കൊള്ളാം. അവിടെ 16-ാമത്തെ വാക്യം, 32-ന്റെ 16-ാമത്തെ വാക്യം ഒരു വിലാപത്തെ കുറിച്ചാണ് പറയുന്നത്. ഈജിപ്തിനെ കുറിച്ചുള്ള ദുരന്തത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അയൽ രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം, ആ അനുഭവമാണ് ഇവിടെ വാക്കുകൾ, അനുഭവത്തിന്റെ വാക്കുകളാണ് ഉപയോഗിച്ചത്. അതായത് വിലാപഗീതം എന്ന് പറയുന്നത്. അങ്ങനല്ലേ 16-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്? അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ എന്ന് പറഞ്ഞാൽ, ഈജിപ്തിന് വരുന്ന ദുരന്തത്തെ കുറിച്ച് അയൽ രാജ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ ഈ ഈജിപ്തിനെ ഓർത്ത് വിലപിക്കും എന്നാണ് ഈ ഭാഗത്ത്
ആ പദപ്രയോഗങ്ങളുടെ അർത്ഥമാക്കുന്നത്. ഇനി അവിടെ എടുത്തത് ജാതികളുടെ പുത്രിമാർ എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞായിരുന്നു, ആരെങ്കിലും ക്ലോസ് റിലേറ്റീവ് മരിക്കുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ ആ വീട്ടിൽ ചില ദിവസത്തേക്ക് വിലാപഗാനങ്ങളായി പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഈസ്റ്റേൺ ഭാഗങ്ങളിൽ, കിഴക്കൻ ഭാഗങ്ങളിൽ വിലാപഗാനങ്ങൾ വളരെ അനുയോജ്യമായ പദപ്രയോഗമാണ് വിലാപഗീതം എന്ന് പറയുന്നത്. സാധാരണ സ്ത്രീകളാണ് ഈ വിലാപഗീതം പാടുന്ന ഗ്രൂപ്പുകളായി പോകുന്നത്. അവർ ചരമഗീതം അഥവാ വിലാപഗീതം പാടുന്നൊരു പതിവുണ്ട്. അങ്ങനെ വിലാപഗീതം പാടുന്ന ഗ്രൂപ്പുണ്ട്. അത് സാധാരണ സ്ത്രീകളാണ് ആ ഗ്രൂപ്പിലുള്ളതും അവരാണ് വിലാപഗീതം പാടുകയും ചെയ്തത്. അതുകൊണ്ടാണ് ജാതികളുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലെ സ്ത്രീകൾ. അവർ ചരമഗീതം പാടും, വിലാപഗീതം പാടും എന്ന് വ്യക്തമായി പറയുന്നു. അതിനാൽ വിവിധ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ ഈജിപ്തിന് വേണ്ടി വിലാപഗീതം പാടും എന്നാണ് ഭാഗമർത്ഥാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്ന ഒരു കാര്യം, ഈജിപ്തിന് മേൽ വരാൻ പോകുന്ന ദൈവിക ന്യായവിധി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതേസമയം ന്യായവിധി വരുമ്പോഴും മറുകയിൽ ദൈവം അവരെ വീണ്ടും പണിയുമെന്നും ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രാത്രിയിൽ ഈ ഭാഗം നിർത്തുകയാണ്. ഇത് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഒന്ന്, ദൈവിക ന്യായത്തിന് മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ആർക്കും അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ ചോദ്യം ചെയ്യുവാൻ, അതിനെ അതിജീവിക്കാൻ കഴിയത്തില്ല. അതിനു മുമ്പിൽ ആർക്കും ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, ഏത് ഉയർന്ന വ്യക്തിയായാലും ശരി, ഏത് ഉന്നതനായാലും ശരി, ദൈവത്തിന് ന്യായവിധി വരുമ്പോൾ അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്നാൽ മറു സൈഡിൽ അവരെ താങ്ങുന്ന ഒരു കരുത്തെക്കുറിച്ചും നമുക്ക് വെളിപ്പെട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു സൈഡിൽ ശിക്ഷിക്കുകയും മറു സൈഡിൽ അവർ രക്ഷപ്പെടുവാനുള്ളതായ ഒരു വഴിയും ദൈവം ഒരുക്കുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒരു ഭാഗത്ത് കോപിഷ്ഠനാണെങ്കിൽ, അഗ്നിയാണെങ്കിൽ, മറു സൈഡിൽ ദയാലുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആകൽ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ പറയാം, കർത്താവേ, നിന്നെ പ്രസാദിപ്പിച്ച് നിന്റെ ഒരു മകനായി, മകളായി ജീവിപ്പാൻ എന്നെ ഓരോ നാൾ ഒരുക്കിയെടുക്കണമെന്ന് നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, ദൈവത്തിന്റെ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്ന ആ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആസ്തിത്വത്തെ, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന തലമുറയാണ്. ദൈവനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി ഞാൻ ഇവിടെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.